ആ സാധനം ഭയങ്കര ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്, മിന്നി ഓഫായി പോയി. അപ്പോൾ ഞാൻ മൊബൈലിൽ ടോർച്ച് എത്തിച്ചപ്പോഴത്തേക്കും അപ്പുറത്തെ മുറിയിൽ നിന്ന് ഒരു വീല് കറങ്ങുന്ന ശബ്ദം കേട്ട്. അപ്പോൾ ഞാനത് എന്താണെന്ന് നോക്കാൻ വേണ്ടി അവിടെ ചെന്ന് ഈ ടോർച്ച് ചെയ്തിട്ടുള്ളത് ഈ അമ്മൂമ്മയുടെ ഫ്ലെക്സിലാണ്, മരിച്ചുപോയ അമ്മൂമ്മയുടെ ഫ്ലെക്സിലാണ്. അപ്പോൾ ഞാൻ ഒന്ന് പേടിച്ച്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിൽ കിടന്ന് ഇങ്ങനെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കണേ. അപ്പോഴത്തേക്കും നമ്മൾ ധൈര്യം സംഭവിച്ച് തുറക്കണമല്ലോ. അങ്ങനെ പെട്ടെന്ന് ഫ്ലെക്സ് എടുത്ത് മാറ്റിയപ്പോഴത്തേക്കും ഈ പന്നീരി എന്നൊക്കെ പറയില്ല, തുരപ്പൻ ഈ വള്ളിയിൽ കൂടി ഇങ്ങനെ കയറാൻ വേണ്ടി നോക്കണേ. എന്നിട്ട് അറ്റത്തെത്തുമ്പോഴത്തേക്ക് താഴത്തോട്ട് വീഴും. അങ്ങനെ വീണ് ചക്രം കറങ്ങിക്കൊണ്ടിരുന്ന ചേച്ചി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് നേരമെങ്കിലും എനിക്ക് പേടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമുക്കൊരു സിനിമ ചെയ്ത് നാട്ടുകാരെ പേടിപ്പിച്ച് എങ്ങനെ ഉണ്ടാവും. അങ്ങനെ ആ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയത്. കാരണം എല്ലാ കുടുംബത്തിലും ഉണ്ടാവും നമ്മുടെ അമ്മമാരൊക്കെ വർക്ക് ചെയ്തത് തയ്യൽ മെഷീൻ ഇപ്പോഴും മൂലയ്ക്ക് പൊടി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നുള്ളൊരു കണ്ടന്റാണ് വന്നത്. ഇതുവരെയുള്ള ഫിലിമോഗ്രഫിയിൽ ഒരു ഹൊറർ ജോണർ ആദ്യമായിട്ടല്ലേ, അപ്പം അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ആസ് എൻ ആക്ടർ നമുക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾസും ക്യാരക്ടേഴ്സും ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഈ പ്രേത ക്യാരക്ടർ വന്നപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഓക്കെ ഇനി വേറൊരു ജോണർ നമുക്ക് ട്രൈ ചെയ്യാം. നമ്മൾ ട്രൈ ചെയ്യാത്ത ഒരു നെഗറ്റീവ് എനർജീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സംഭവം അതെടുത്തു ചെയ്തു. ഒരു വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൾക്കാരത് ഏറ്റെടുക്കും. എൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ആൾക്കാർ ഏറ്റെടുക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു നെഗറ്റീവ് എനർജിയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്, നെഗറ്റീവ് എനർജിയിൽ വിശ്വസിക്കുന്നുണ്ട്. പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവും തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അത് പ്രേതമായിട്ട് തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നെഗറ്റീവ് എനർജി ഈസ് ദേർ. പക്ഷെ നമുക്ക് അങ്ങനെ ചില ആൾക്കാർ പറയണത് ഒന്നിനെയും നമുക്ക് പോസിറ്റീവായിട്ടും കാണാൻ പറ്റില്ല, നെഗറ്റീവ് അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഗുഡ് ബാഡ് എന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എന്നാലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. പ്രേതത്തിനെ കണ്ടിട്ടില്ല ചേട്ടാ, പക്ഷെ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരേ മുഖത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ കുട്ടിക്കാനോ മൂന്നാറോ എവിടെയോ പോയപ്പോൾ ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ എൻ്റെ കഴുത്തിൽ ആരോ പിടിച്ച് അമക്കുന്ന പോലെ, ഇത് സ്ലീപ്പ് പാരലിസിസും ഇങ്ങനെ ഉണ്ടാവും എന്ന് പറയും. ഇനിയിപ്പോൾ ഞാൻ സ്വപ്നം കണ്ടതാണോ അതോ ശരിക്കും എനിക്കൊരു ഹൊറർ എക്സ്പീരിയൻസ് ഉണ്ടായതാണോ എന്നും എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഒരു സിനിമയുടെ എൻ്റർടൈൻമെൻറ്റ് മാത്രമാണോ അല്ലെങ്കിൽ മെസ്സേജും കൊടുക്കണമുണ്ടോ? എൻ്റർടൈൻമെൻറ്റ് മാത്രമാണോ ഒരു സിനിമയുടെ ലക്ഷ്യം? എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് സിനിമയുടെ ലക്ഷ്യം. എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, ബിസിനസ്സും കൂടിയാണ്. മെസ്സേജ് വേണമെന്നുണ്ടോ? മെസ്സേജ് ഉണ്ടാവും, തീർച്ചയായിട്ടും. ഈ സിനിമയിൽ എന്താ പറയുക, ഈ തയ്യൽ മെഷീൻ കൂടി നമ്മളൊരു മെസ്സേജ് കൂടി കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഒരു ഇത് മാത്രമല്ല. ഇതില് റൈറ്റർ പറഞ്ഞു അമ്മൂമ്മയെ പ്രേതമായിട്ട് കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതില് ഗായത്രി അമ്മൂമ്മയായിട്ടാണോ കരുതുന്നുണ്ടോ? അമ്മൂമ്മയായിട്ടല്ല, പക്ഷെ ഒരു അമ്മയായിട്ടാണ്. എൻ്റെ എന്താ പറയുക, മോളായിട്ട് ജ്വല്ലാണ്. ഇവിടെ വന്നില്ലേ 2 കുട്ടികൾ, അതിലൊരു കുട്ടിയാണ് എൻ്റെ മോളായിട്ട് അഭിനയിക്കുന്നത്. ഹലോ,